SDP ഡീൽ ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. SDP പിന്തുണ വേണ്ടെന്ന UDF നിലപാടിനോട് പരിഹാസം. പാലക്കാട് ഒക്കച്ചങ്ങായിമാരായിരുന്നത് മറന്നോ എന്നാണ് ചോദ്യം. നേമത്ത് SDP പിന്തുണ അഭ്യർത്ഥിച്ചു എന്നത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. റോഷിപാൽ വിവരമായി. റോഷിപാൽ, നേമത്ത് ശിവൻകുട്ടി SDP വോട്ട് വാങ്ങും എന്ന് പ്രതികരിച്ചത് ഇന്നലെയാണ്. CPM പല നേതാക്കളും SDP-യുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം മയപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് RSS-ഉം SDP-യും തമ്മിലൊരു താരതമ്യം അത് സാധ്യമല്ല എന്നുള്ള പ്രതികരണം കൂടി നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നേരെ തിരിച്ചത് UDF ആണ് ആ ഡീലിൽ എന്ന പ്രതികരണമാണോ നടത്തുന്നത്? പാലക്കാട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഒക്കെ ചങ്ങായിമാർ എന്ന പ്രയോഗവും. സ്മൃതി, ഇപ്പോഴും SDPI ബാന്ധവം സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. LDF-ന് SDPI പിന്തുണ നൽകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന സൂചനകൾ പുറത്തു വരുമ്പോഴാണ് ചോദ്യങ്ങൾ ആവർത്തിച്ച് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഏതായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെ വിശദീകരിച്ച്, പ്രത്യേകിച്ച് നേമത്ത് എന്തുകൊണ്ട് എല്ലാവരും CPM-ന് LDF-ന് വോട്ട് രേഖപ്പെടുത്തുന്നു എന്ന രീതിയിൽ, അത് കഴിഞ്ഞ തവണ എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് LDF-ന് ലഭിച്ചു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുന്നത്. അതിൻ്റെ കാരണം പറയുന്നത് BJP-ക്കെതിരെ സംസ്ഥാനത്ത് പോരാട്ടം നടത്തുന്ന LDF ആണെന്ന് എല്ലാ സമൂഹത്തിനും ബോധ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും LDF-ന് വോട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു സ്വീകാര്യത LDF-നുണ്ട്. എന്നതിനപ്പുറത്തേക്ക് ഒരു വർഗീയ ശക്തിയുമായും ഒരു കൂട്ടുകെട്ടും LDF ഉണ്ടാക്കില്ല എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതേസമയം SDP-യുടെ വോട്ട് വേണ്ട എന്ന നിലപാട് ഇപ്പോഴും മുഖ്യമന്ത്രി പറയുന്നില്ല. അങ്ങനെ നിലപാടെടുക്കാൻ മുഖ്യമന്ത്രിയെ UDF വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും അതിന് മുഖ്യമന്ത്രി ഉത്തരം പറയുന്നില്ല. അതിന് ഉത്തരം പറയുന്നതിന് പകരമാണ് പാലക്കാട് നേരത്തെയുള്ള SDP-യുമായി ഡീലുണ്ടാക്കിയിട്ടുണ്ട് UDF എന്ന മറ്റൊരു ആരോപണം കൂടി മുഖ്യമന്ത്രി ഉയർത്തുന്നത്. ഏതായാലും ഇന്ന് ഒരു പക്ഷേ SDP-ഐ നിലപാട്, അവരുടെ രാഷ്ട്രീയ നിലപാട് ഇന്ന് വ്യക്തമാക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഏതായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നാണ് അറിയേണ്ടത്. ഏതായാലും നിലവിൽ SDP-യുടെ പിന്തുണ വേണ്ട എന്ന് മുഖ്യമന്ത്രി തീർത്തും പറഞ്ഞിട്ടില്ല. സമൂഹത്തിന്റെ വോട്ടും ലഭിക്കും എന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. നേരത്തെയുള്ള തെരഞ്ഞെടുപ്പിലടക്കം അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇന്ന് പ്രധാനപ്പെട്ട ഈ വിഷയങ്ങൾ ആവർത്തിച്ചു വന്നപ്പോഴും അതിൽ ആ തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉത്തരവുണ്ടായത്. ഡീൽ ആരോപണത്തിനടക്കം മുഖ്യമന്ത്രി പറയുന്നത് RSS-ഉമായി BJP-യുമായി ഏറ്റവും കൂടുതൽ എതിർപ്പും ശക്തവുമായി പോരാട്ടവും നടത്തുന്നത് CPM ആണ്. അത് എല്ലാവർക്കും അറിയാമെന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാവുന്നത്. SDP എന്ന പേര് ഉച്ചരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. എല്ലാ വർഗീയ ശക്തികളും എന്ന രൂപത്തിൽ പ്രതികരിക്കുക മാത്രമാണ്.